ശബരിമല മേൽശാന്തി നിയമനത്തിൽ CPM നേതാക്കൾ ഇടപെട്ടുവെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ. താൻ പറയുന്നയാളെ നിയമിക്കാൻ മന്ത്രി കത്ത് നൽകി. മന്ത്രിയുടെ ശുപാർശ കത്ത് ആത്മകഥയിലൂടെ പുറത്തുവിടുമെന്നും പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. പത്മകുമാർ ദൈവതുല്യൻ പരാമർശം CPM-ലെ ഉന്നത നേതാവിനെതിരെയാണെന്നാണ് സൂചന. തലസ്ഥാനത്തെ പാർട്ടി മന്ത്രി നിർമ്മാണത്തിന് തട്ടിപ്പ് പണം ഉപയോഗിച്ചുവെന്നും ആരോപണമുണ്ട്. പത്മകുമാറിനെതിരായ നടപടി CPM ഇന്ന് തീരുമാനിക്കാനിരിക്കെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. സൈഫ് സൈനുലാബ്ദീൻ വിവരങ്ങളുമായി ചേരുന്നു. സൈഫി, സുഹൃത്തുക്കൾ വഴിയുള്ള ലീക്ക് എന്ന് പറയുമ്പോൾ വിശ്വസനീയമാണോ? അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വിലക്ക് കോടതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പാടില്ല. പക്ഷേ വിശ്വസനീയമാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയുന്നതാണ്. അത് സുഹൃത്തുക്കൾ വഴി പറയുന്നതാണോ എന്നുള്ളതാണ് അതിനകത്ത് അറിയേണ്ട ഒരു കാര്യം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിനകത്ത് സംശയമില്ല ജിംസ്. എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടി തീരുമാനിക്കാൻ വേണ്ടി അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ട ജില്ലാ നേതൃയോഗങ്ങൾ ആരംഭിക്കും. ആദ്യം സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് ജില്ലാ കമ്മിറ്റി യോഗവുമാണ് നടക്കുന്നത്. മേൽഘടകത്തിൽ നിന്ന് തോമസ് ഐസക്കിനാണ് പത്തനംതിട്ട ജില്ലയുടെ ചുമതല പാർട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ചുമതല നിർവഹിച്ചു വരുന്നത്. സെൻട്രൽ കേന്ദ്രീകരിച്ച് പത്തനംതിട്ട ജില്ലയുടെ ചുമതലകൾ വഹിച്ചു വരുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സജി ചെറിയാനും VN വാസവനും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇവർക്ക് 3 പേരും, തോമസ് ഐസക്കും സജി ചെറിയാനും VN വാസവനും. പക്ഷേ 2 പേരും പങ്കെടുക്കുന്നില്ല. ഐസക് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗ് ആണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ആ റിപ്പോർട്ടിംഗിന്റെ ഒപ്പം തന്നെ ഇന്ന് ആ പ്രധാനപ്പെട്ട തീരുമാനം കൂടി ഉണ്ടാകും. നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അതിന് കാരണക്കാരനായ പ്രതി ചേർക്കപ്പെട്ട ജയിലിലായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് വോട്ട് ചോർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട് എന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയിരുന്നു, സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ചെറിയ നടപടിയല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള തീരുമാനമാണ് ജില്ലാ നേതൃത്വം എടുക്കാൻ പോകുന്നത്. സംസ്ഥാന നേതൃത്വം അങ്ങനെയുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ചില വാർത്തകൾ പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വരുന്നതിന്റെ കാരണമായി പാർട്ടി നേതൃത്വം സംശയിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതിനിടയിലാണ് ഒരു സമ്മർദ്ദ തന്ത്രവുമായി പത്മകുമാർ വരുന്നുണ്ടോ എന്ന സംശയം പാർട്ടി നേതാക്കൾ തന്നെ പങ്കുവെക്കുന്നത്. അതിന്റെ ആദ്യഘട്ടമാണ് ഇന്നലെ കണ്ടത്. അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു. ശബരിമല സ്ത്രീ പ്രവേശനം നടക്കുന്ന സമയത്ത് തന്നെയും ശ്രീജിത്തിനെയും, പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നീക്കം നടന്നു. താൻ ശബരിമലയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് തലസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. രാത്രി 1 മണിയോടുകൂടിയാണ് തലസ്ഥാനത്ത് താൻ എത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖനാണ് വിളിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതിനുശേഷം അന്ന് തന്നെ മാറ്റി നിർത്തിയത് അതിനുവേണ്ടിയാണ് എന്ന് പറയുകയും അത് ഇന്നലെ വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു. ഇന്നലെ പിണറായി വിജയനോട് വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അത് നടപടി പാർട്ടി തീരുമാനിച്ച രീതിയിൽ നടക്കും. പിന്നെ ആത്മകഥ എല്ലാവർക്കും എഴുതട്ടെ എന്നുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. നടപടിയുടെ കാര്യത്തിൽ പാർട്ടി നേതൃത്വം വിട്ടുവീഴ്ച വരുത്താൻ തയ്യാറാകുന്നുമില്ല. കാരണം 2 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്ന ഇടപെടലുകൾ, അത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നടപടി ഇന്ന് തന്നെ ഉണ്ടാകും, ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആ നടപടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം എടുക്കാൻ പോകുന്ന തീരുമാനം. അതിനുശേഷം അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. നമ്മൾ ഇന്നുമായിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് ഇന്ന് മറ്റു ചില വിവരങ്ങൾ അജിംസ് നേരത്തെ സൂചിപ്പിച്ച പോലെ പുറത്തു വരുന്നത്. മേൽശാന്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇടപെട്ട് കത്ത് നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ നിർദ്ദേശിക്കുന്ന ആളെ നിയമിക്കണമെന്ന് പറഞ്ഞൊരു മന്ത്രി കത്ത് നൽകിയിരുന്നു എന്നാണ് സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആത്മകഥയിൽ ഇത് ഉൾപ്പെടുത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റാന്നിയിൽ നിന്നുള്ള ചില സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടി ചില നീക്കങ്ങൾ ഒരു MLA യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. താൻ അതിന് സമ്മതിച്ചില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. യുവതീ പ്രവേശന സമയത്ത് താൻ തിരുവനന്തപുരത്തേക്ക് പോയത് അത് ദേവസ്വം ബോർഡിന്റെ വക്കീലാണ്. അത് ലോഗ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും ഈ 2 ദിവസമായിട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നേതൃത്വം അസംതൃപ്തിയിലാണ്. അതുകൂടി ഈ നടപടിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഉച്ചയോടുകൂടി ആ തീരുമാനമുണ്ടാകും. പത്തനംതിട്ടയിലെ ജില്ലയിലെ മുതിർന്ന നേതാവാണ് അദ്ദേഹം പാർട്ടി നേതൃത്വവുമായി ഇപ്പോൾ വലിയ സ്വരച്ചേർച്ചയിലല്ല. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്ന സമയത്ത് വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവിടുന്ന് ആരോടും പറയാതെ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലേക്ക് തിരിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയെല്ലാം ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഘട്ടം മുതൽ അദ്ദേഹം പാർട്ടി നേതൃത്വമായി അകന്ന് നിൽക്കുകയാണ്. പിണറായി വിജയന്റെ അതൃപ്തിക്ക് കാരണമായിട്ട് ഒരുപാട് സമയമായി. അത് അദ്ദേഹം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്റെ വീട്ടിലെ സ്ത്രീകൾ ആരും ശബരിമലയിൽ കയറില്ല
കേറ്റില്ല, അല്ല അവരെ വിടില്ല എന്ന് അദ്ദേഹം ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുതൽ പിണറായി വിജയനുമായി അദ്ദേഹം സ്വരച്ചേർച്ചയിൽ ആ ഘട്ടം മുതലല്ലായിരുന്നു. അന്ന് പത്തനംതിട്ടയിൽ വിശദീകരണ യോഗം നടത്തിയപ്പോൾ പത്മകുമാറിനെ ആ വേദിയിലിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും എല്ലാം ചെയ്തത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തായാലും നടപടി ഇന്നുണ്ടാകും. ഉച്ചയോടുകൂടി പത്മകുമാർ എന്ന CPM-ന്റെ നേതാവ് CPM നേതാവ് അല്ലാതെയായി മാറും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ വരെ മാത്രമാണ് അന്വേഷണമുള്ളത്. അതിന് മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വെളിപ്പെടുത്തുമോ പത്മകുമാർ? പത്മകുമാറിന്റേതായ ഒരു വെളിപ്പെടുത്തൽ വരാനുള്ള സാധ്യത ഉണ്ട്. അദ്ദേഹം ഈ പ്രമുഖനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രമുഖനായ ആൾക്കാർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് അദ്ദേഹം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും. ആത്മകഥയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ എല്ലാവരോടും അദ്ദേഹം സംസാരിക്കുന്നില്ല, ചില ആൾക്കാരോട് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞേക്കാം. അതിനൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ പല ആൾക്കാരിലേക്ക് സംശയമുന നീണ്ടുപോയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും വലിയ തെളിവുകൾ അവർക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇനി പത്മകുമാർ എന്തെങ്കിലും തുറന്നു പറഞ്ഞതിന് ശേഷം അത് അന്വേഷണം വീണ്ടും ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയേണ്ട. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ പാർട്ടിക്ക് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ പത്മകുമാർ തുറന്നു പറയും, ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട്. അത് തള്ളിക്കളയണ്ട ജെയിംസ്.